ഗുഡ് മോർണിംഗ്. +2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 8 ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്. ഫോക്കസ് പോയിന്റ് 8.2 ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻറ്റഗ്രലിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആപ്ലിക്കേഷനാണ് ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ്. കൺസിഡർ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ റെഡിൽ വരച്ചിരിക്കുന്നത് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. വി ഹാവ് ടു ഫൈൻഡ് ഏരിയ അണ്ടർ ദിസ് കർവ് ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ് ആൻഡ് എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി. ഏരിയ അണ്ടർ ദ കർവ് ബൗണ്ടഡ് ബൈ എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി ആൻഡ് എക്സ് ആക്സിസ്. ആ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് എലമെൻ്ററി സ്ട്രിപ്പാണ്. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു സ്ട്രിപ്പാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് ഡി എക്സ്, ലെങ്ത് വൈ. ഡി എക്സ് വളരെ ചെറിയ വാല്യൂ ആകുന്ന സമയത്ത് ദിസ് സ്ട്രിപ്പ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റെക്റ്റാങ്കിൾ. നമ്മൾ ഈ ടോട്ടൽ ഏരിയനെ ഇൻഫിനിറ്റ്ലി മെനി സ്ട്രിപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ ഏരിയ അണ്ടർ ദിസ് കർവ് അപ് ടു ദിസ് എക്സ് ആക്സിസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഏരിയാസ് ഓഫ് ഇൻഫിനിറ്റ്ലി മെനി elementary strips. Now area of this elementary strip is y into dx. Area of rectangle is length into breadth. So y into dx. Area of the elementary strip dA is equal to y into dx. Total area കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡി എ ഇൻഫിനിറ്റ്ലി മെനി ഡി എ ഉണ്ടാകും, അതിനെ ആഡ് ചെയ്യണം. അതായത് ടോട്ടൽ ഏരിയ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി ഡി എ. dA is equal to y dx. So total area is equal to integral a to b y dx or integral a to b f of x dx. So integral a to b y dx indicates total area under the curve y equal to f of x bounded by x equal to a, x equal to b and x axis. x axisന്റെ മുകളിൽ വരുന്ന ഈ ഏരിയ ആണ് നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നത്. This is the application of integration. Area under simple curves. Let f of x be a continuous function defined on closed interval ab lying above x-axis. The area bounded by the curve y equal to f of x-axis and ordinates x equal to a and x equal to b is integral a to b y dx or integral a to b f of x dx. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. Suppose our function is f of x is equal to sin x where x belongs to closed interval 0 to pi. ഇപ്പോൾ ഇവിടെ sin xൻ്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഏരിയ എക്സ് ആക്സിൻ്റെ മുകളിലാണ് കിടക്കുന്നത്, ഇവിടെ ഈ ഏരിയ എക്സ് ആക്സിൻ്റെ താഴെയാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ 0 to 2 pi ഈ ഇൻ്റർവലിൻ്റെ അകത്ത് sin xും എക്സ് ആക്സും വരെയുള്ള ഈ ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഏരിയ തന്നെയാണ് ഇവിടെയും ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ y നെഗറ്റീവ് ആണ്, എഫ് ഓഫ് എക്സ് നെഗറ്റീവ് ആണ്. അന്നേരം നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഇൻറ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ നെഗറ്റീവായിട്ട് വരും. അതുകൊണ്ട് ഇൻറ്റഗ്രൽ 0 to 2 pi sin x ഡി എക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. ഇപ്പം നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഇരിക്കുന്ന ഏരിയനെ A1 ആയിട്ടും ഇവിടെ എക്സ് എക്സിൻ്റെ താഴെ ഇരിക്കുന്ന ഏരിയ A2 ആയിട്ട് എടുത്തിട്ടുണ്ട്. So total area A is equal to A1 plus modulus of A2. ഇവിടെ ഇരിക്കുന്ന ഏരിയയുടെ പോസിറ്റീവ് വാല്യൂ എടുക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, ഇത് നന്നായിട്ട് മനസ്സിൽ വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഏരിയ കാണുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ടത് ഇൻറ്റഗ്രൽ 0 to pi sin x dx പ്ലസ് മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ പൈ ടു 2 pi sin x dx. ഇതിന് ഒരു മോഡുലസ് ഇട്ടിട്ട് വേണം എടുക്കാൻ, അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. കാരണം ഇവിടെ സെയിം ഏരിയ ആണ്, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ് ആയിട്ടാണ് വരിക. ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും, ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. പക്ഷെ നമ്മൾ ഏരിയ കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം? സെക്കൻഡ് ഏരിയ, ഇവിടെ നെഗറ്റീവ് വരുന്ന ഏരിയക്ക് നമ്മൾ മോഡുലസ് വാല്യൂ എടുക്കണം, നെഗറ്റീവ് വരുന്ന ഏരിയയുടെ മോഡുലസ് വാല്യൂ എടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ടോട്ടൽ ഏരിയ കിട്ടും. ഇനി നോക്കിയേ, ഇവിടെ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഇൻ ദ ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ 0 5 pi by 2. ഇപ്പോൾ ഏരിയ കാണുന്നത് എങ്ങനെയാ? ഇവിടെ രണ്ട് ഏരിയ പോസിറ്റീവ് ആണ്, ഈ ഏരിയ നെഗറ്റീവ് ആണ്.
അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കണം. ഏരിയ ഇസ് A1, A2, A3. ടോട്ടൽ ഏരിയ ഈക്വൽ ടു A1 പ്ലസ് മോഡുലസ് ഓഫ് A2 പ്ലസ് A3. ഏതാണോ നെഗറ്റീവ് ആയിട്ടുണ്ടാവുക അതിൻ്റെ പോസിറ്റീവ് വാല്യൂ, മോഡുലസ് വാല്യൂ എടുക്കണം. ഇനി നമ്മുടെ കർവ് ഇതുപോലെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ബൗണ്ടഡ് ബൈ x ഈക്വൽ ടു g ഓഫ് y ആൻഡ് y ആക്സിസ് and y coordinates y equal to c and y equal to d. Area under the curve x equal to g of y up to this y axis. ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്തായിരിക്കും? അന്നേരം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇങ്ങനെ ഇരിക്കുന്ന സ്ട്രിപ്പാണ്. ഇതാണ് നമ്മുടെ എലിമെന്ററി സ്ട്രിപ്പ്. ദിസ് എലിമെന്ററി സ്ട്രിപ്പ് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഏരിയ ഓഫ് ദിസ് സ്ട്രിപ്പ് ഇസ് x into dy. X into length into breadth, x into dy. So total area is equal to integral c to d x dy. Area is equal to integral c to d x dy. ഇപ്പോൾ ഇവിടെ y-യുടെ ലിമിറ്റ് ആണ് c to d. അന്നേരം ഇവിടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു y. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എക്സിന് പകരം g ഓഫ് y എന്ന് എഴുതാം. ഇൻറ്റഗ്രൽ c to d g ഓഫ് y dy. അങ്ങനെയാണ് നമ്മൾ ഈ ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അണ്ടർ ദ കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ് x ഈക്വൽ ടു a, x ഈക്വൽ ടു b ഇസ് ഗിവൻ ബൈ ഇന്റഗ്രൽ a ടു b y dx ഓർ ഇന്റഗ്രൽ a ടു b എഫ് ഓഫ് എക്സ് dx. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് നമ്മളിപ്പോൾ ചെയ്യാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ യൂസിങ് ഇന്റഗ്രേഷൻ. അപ്പോൾ നമ്മുടെ കർവ് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നതിനേക്കാളും മുമ്പേ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന കർവിൻ്റെ റഫ് ഫിഗർ വരക്കണം. ഓക്കെ, നമ്മൾ ഇതുപോലെ ഒരു ഫിഗർ വരക്കണം. സർക്കിളിൻ്റെ ഫിഗർ വരക്കുക. റേഡിയസ് എ ആണ്. ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെൻറ്റർ എച്ച് കെ റേഡിയസ് ആർ ഇസ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഹിയർ സെൻറ്റർ എച്ച് കെ ഇസ് 0, 0. റേഡിയസ് ആർ ഇസ് എ. ഓക്കെ, റേഡിയസ് ഇസ് എ. So this point of intersection of circle and x-axis is a0. Radius is a. So this point is a0 and this point is minus a0. ഈ point of intersection കാണാൻ നമ്മൾ ചെയ്യേണ്ടത് y equal to 0. Put y equal to 0. On x-axis y is equal to 0. So put y equal to 0. We get x square equal to a square. When y is equal to 0, x square equal to a square. So x is equal to പ്ലസ് ഓർ മൈനസ് എ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പോയിന്റാണ് a0 എന്നാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സർക്കിളിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം. Now this circle is symmetric about 4 quadrant. So total area is equal to 4 into area in first quadrant. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഏരിയ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇൻ്റർവൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഏരിയ കണ്ടുപിടിക്കാം. ടോട്ടൽ ഏരിയ കാണാൻ എന്താ ചെയ്യേണ്ടത്? 4 into ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഈ കർവിൽ നിന്നും ആദ്യം y കണ്ടുപിടിക്കണം. ഗിവൻ കർവ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. സോ വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു 4 into ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ or 4 into area in the first quadrant. That is 4 into integral 0 to a y dx. ഇപ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത് ഈ ഷെയ്ഡഡ് റീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടുത്തെ എക്സ് വാല്യൂ 0. ഷെയ്ഡഡ് റീജിയൻ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഏരിയ ആണ്. ഇവിടെ എൻഡ് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. ഇവിടുത്തെ എക്സ് വാല്യൂ എ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്സ് വാല്യൂ 0, എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് എക്സ് വാല്യൂ എ. അപ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ടത് 0 to a. Now from given equation x square plus y square equal to a square, y square equal to a square minus x square. So y is equal to root of a square minus x square. അതായത് ഈ കർവിൻ്റെ ഇക്വേഷൻ നിന്ന് y കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, ഈ പോയിന്റ് ഇവിടെ എക്സ് വാല്യൂ 0. അതുപോലെ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ എൻഡ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ എക്സ് വാല്യൂ എ. സോ 0 to a. സോ അവർ ഇന്റഗ്രൽ ഇസ് ഫ്രം 0 to a y dx where y is equal to root of a square minus x square. So area of circle is equal to 4 into area of the shaded region or 4 into area in the first quadrant. Circle is symmetric about 4 quadrant. So total area is equal to 4 into area in first quadrant. Now area in the first quadrant is integral 0 to a y dx.
So that is equal to 4 into integral 0 to a. Y is equal to root of a square minus x square. So root of a square minus x square dx. Now integral of root of a square minus x square is x by 2 root of a square minus x square plus a square by 2 sine inverse x by a. So that is equal to x by 2 root of a square minus x square limit apply ചെയ്യണം 0 to a plus a square by 2 sine inverse x by a limit is from 0 to a. അപ്പോൾ നമ്മൾ രണ്ട് ടേംസിനും സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. Now we have to apply limit. First put x is equal to a. When x is equal to a, we get a by 2 root of a square minus a square. X is a. So a square minus a square is 0. So first term becomes 0. Then minus, when x is equal to 0, 0 by 2 into root of a square minus 0 square. 0 into any number is 0. So we get 0. So this term becomes 0 minus 0. Now plus a square by 2. First put x equal to a. Sine inverse of a by a. A by a is 1. So sine inverse of 1. Minus when x is equal to 0, sine inverse of 0. So this term becomes sine inverse of 1 minus sine inverse of 0. അപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 കിട്ടും, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 0 എന്ന് കിട്ടും. സെക്കൻഡ് ടേം എ സ്ക്വയർ ബൈ 2, എക്സിന് എ കൊടുക്കുമ്പോൾ എ ബൈ എ 1 എന്ന് വരും. വെൻ എക്സ് 0, 0 ബൈ എ 0. Now sin inverse of 1 is pi by 2. Sin pi by 2 is 1. So sin inverse of 1 is pi by 2. Sin inverse of 0 is equal to 0. Sin 0 is equal to 0. So sin inverse of 0 is equal to 0. So this bracket becomes pi by 2 minus 0. ആദ്യത്തെ ബ്രാക്കറ്റ് 0 ആണ്. So we get 4 into a square by 2 pi by 2 minus 0. That is 4 into a square by 2 pi by 2. അപ്പോൾ ഇവിടെ 4 ക്യാൻസൽ ചെയ്ത് പോകും. pi a square. അതാണ് നമ്മുടെ ആൻസർ. സോ ഏരിയ ഓഫ് സർക്കിൾ is equal to pi a square സ്ക്വയർ യൂണിറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, ഡ്രോ എ റഫ് സ്കെച്ച്. സെക്കൻഡ് വൺ, ഷെയ്ഡ് ദ റിക്വയർഡ് റീജിയൻ. നമ്മൾ ഏത് റീജിയൻ്റെ ഏരിയ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഫൈൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഷെയ്ഡ് ചെയ്ത പാർട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും നോക്കാം. ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും നോക്കാം. നമ്മൾ ഏരിയ അണ്ടർ ദ കർവ് അപ് ടു എക്സ് ആക്സിസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് വാല്യൂ, എൻഡ് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? ഇവാലുവേറ്റ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ. ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൽ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് ഇക്വേഷൻസ് മാത്രമേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇൻറ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻറ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ. ഇൻറ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് ഇസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. ഇങ്ങനെ വളരെ കുറച്ച് ഇക്വേഷൻസ് മാത്രമേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഉപയോഗിക്കുന്നുള്ളൂ. ആ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കണം. അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം, മൈനസ് ഇടണം, അതിനുശേഷം ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ. അങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അത്രയും കഴിയുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. Now second problem, find the area enclosed by the ellipse x square by a square plus y square by b square equal to 1. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന എലിപ്സിൻ്റെ ഗ്രാഫ് വരക്കണം. ഒരു റഫ് സ്കെച്ചാണ് വരക്കേണ്ടത്. ഇതാണ് നമ്മുടെ എലിപ്സ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റ് എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്റർ എ സ്ക്വയർ ആണ്. മേജർ ആക്സിസിൻ്റെ എൻ പോയിന്റ്സ് വരുന്നത് A0 ആൻഡ് മൈനസ് A0. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യണം. A0, ഇവിടുത്തെ പോയിന്റ് ഒറിജിൻ 0. Now from the given equation y square by b square equal to 1 minus x square by a square. So y square by b square equal to 1 into a square is a square minus x square divided by a square. So y square equal to, take b square to RHS, b square by a square into a square minus x square. So y is equal to b by a root of a square minus x square.
Now ellipse is symmetric about 4 quadrant. ഇവിടെ ഇരിക്കുന്ന ഇതേ ഏരിയ തന്നെയാണ് ഇവിടെയും ഇരിക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇരിക്കുന്ന ഏരിയ തന്നെയാണ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രന്റിലും ഇരിക്കുന്നത്. അതുകൊണ്ട് ടോട്ടൽ ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടുത്തെ ഈ ഏരിയ ഇന്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. ടോട്ടൽ ഏരിയ is equal to 4 ഇൻറ്റു ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. So required area is equal to 4 into area in the first quadrant. That is 4 into integral 0 to a y dx. That is 4 into y is b by a root of a square minus x square. So 4 into integral 0 to a b by a root of a square minus x square dx. Now we can take b by a outside the integral. Then integral of root of a square minus x square dx is x by 2 root of a square minus x square plus a square by 2 sin inverse x by a. Limit is from 0 to a. അപ്പോൾ നമ്മൾ രണ്ട് ടേംസിനും സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ എക്സിന് എ എന്ന് കൊടുക്കണം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 0. അപ്പോൾ ഈ ടേം 0 ആയിട്ട് വരും. മൈനസ് ഇടണം എക്സ് ഈക്വൽ ടു 0. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ദിസ് ടേം ബിക്കംസ് 0. So when we put upper and lower limit, we get 0 minus 0. Now second term a square by 2. When x is equal to a, sin inverse of a by a, that is sin inverse 1. When x is equal to 0, sin inverse of 0 by a, that is sin inverse 0. Now sin inverse of 1 is pi by 2, sin inverse of 0 is 0. So we get 4b by a square by 2, pi by 2. ബാക്കി ടേംസ് എല്ലാം സീറോസ് ആണ്. So 4b by a square by 2, pi by 2. ഇപ്പോൾ ഈ 4ഉം ഇവിടെ ഇരിക്കുന്ന 2 into 2, 4 ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ തന്നെ ഇവിടെ ഒരു a ക്യാൻസൽ ചെയ്ത് പോകും. സോ ആൻസർ ഇസ് പൈ എ ബി. 3 ടേംസ് മാത്രം ബാക്കിയിട്ടാകും. പൈ എ ബി. സോ ആൻസർ ഇസ് പൈ എ ബി സ്ക്വയർ യൂണിറ്റ്സ്. ഇനി നമ്മൾ എക്സസൈസ് 8.1 പ്രോബ്ലംസ് ചെയ്യാം. First one, find the area of the region bounded by the curve y square equal to x and the lines x equal to 1 and x equal to 4 and x axis. അപ്പോൾ നമ്മൾ ആദ്യം y square equal to x പാരബോളയുടെ ഫിഗർ വരക്കണം. നമ്മൾ അതിന് ഒരു വാല്യൂ ടേബിൾ വരയ്ക്കുന്നത് നല്ലതാണ്. എക്സും വൈക്കും വാല്യൂസ് കൊടുക്കണം. എക്സ് വൈക്ക് വാല്യൂസ് കൊടുക്കാം. when x is equal to 0, y is 0. When x is equal to 1, y square equal to 1, so y is equal to plus or minus 1. So when x is equal to 1, y is equal to plus or minus 1. We get 1 and minus 1. അപ്പോൾ ഇതുപോലെ ഒരു വാല്യൂ ടേബിൾ വരച്ചിട്ട് എക്സ് ആക്സിസ് വൈ ആക്സിസ് വരക്കണം. അതിൽ ഈ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യണം. അതിനുശേഷം ആ പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന പാരബോള വരക്കണം. നമുക്ക് ഇതുപോലെ പാരബോള കിട്ടും. 0 0 1 1 1 മൈനസ് 1 പാസ് ചെയ്യുന്ന പാരബോള വരയ്ക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡ്രോ ദ ലൈൻ എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 4. അവർ ഏരിയ ഇസ് ബൗണ്ടഡ് ബൈ ദ പാരബോള വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്, എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 4 ആൻഡ് എക്സ് ആക്സിസ്. ഓക്കെ, ദിസ് ഏരിയ ഇസ് ബൗണ്ടഡ് ബൈ ദ പാരബോള വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്, എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 4 ആൻഡ് എക്സ് ആക്സിസ്. ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടാണ് നമ്മുടെ ഏരിയ. ഇനി തന്നിരിക്കുന്ന കേർവിൽ നിന്ന് y കണ്ടുപിടിക്കുക. y സ്ക്വയർ ഈക്വൽ ടു എക്സ്, സോ y ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. ഇതാണ് നമ്മുടെ y. ഇനി ഇവിടെ ലിമിറ്റ് എന്താ വരുന്നത്? ഷെയ്ഡഡ് റീജിയന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. ഇവിടെ എക്സ് വാല്യൂ 1. ഇതിന്റെ എൻഡ് പോയിന്റ് ഇവിടെയാണ്. ഇവിടുത്തെ എക്സ് വാല്യൂ 4. സോ ലിമിറ്റ് ഇസ് ഫ്രം 1 to 4. സോ റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 4 y dx, where y is equal to root x. So required area is integral 1 to 4 y dx, that is integral 1 to 4 root x dx. Root x is x raised to 1 by 2. Integral of x raised to n is x raised to n plus 1 divided by n plus 1. Integral of x raised to 1 by 2 is x raised to 1 by 2 plus 1 divided by 1 by 2 plus 1. 1 by 2 plus 1 is 3 by 2. So x raised to 3 by 2 divided by 3 by 2. Limit is from 1 to 4. Reciprocal of 3 by 2 is 2 by 3. So 2 by 3 x raised to 3 by 2. Limit is from 1 to 4. ഇനി നമ്മൾ എക്സിന് ലിമിറ്റ് കൊടുക്കാം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 4, 4 റേസ് ടു 3 by 2. വെൻ എക്സ് ഇസ് 1, 1 റേസ് ടു 3 by 2. Now 4 raised to 3 by 2. 3 by 2 is 1 by 2 into 3. X raised to m whole raised to n is x raised to mn. Using that result, we can write this 4 raised to 3 by 2 as 4 raised to 1 by 2 whole raised to 3.
Now 1 raised to 3 by 2 is 1. 4 raised to 1 by 2, that is root 4. Root 4 is equal to 2. So we get 2 cube minus 1. 2 cube is 8. 8 minus 1 is 7. So answer is 2 into 7 by 3, which is equal to 14 by 3. So answer is 14 by 3 square units. Find the area of the region bounded by y square equal to 9x, x equal to 2, x equal to 4 and x-axis in the first quadrant. അപ്പോൾ നമ്മുടെ കേർവ് ഇവിടെ y സ്ക്വയർ ഈക്വൽ ടു 9x. ആദ്യം ഒരു വാല്യൂ ടേബിൾ വരക്കണം. എന്നിട്ട് എക്സും വൈക്കും വാല്യൂസ് കൊടുക്കുക. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, y is 0. വെൻ എക്സ് ഇസ് 1, y സ്ക്വയർ ഈക്വൽ ടു 9, y is equal to പ്ലസ് ഓർ മൈനസ് 3. അതിനുശേഷം എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചിട്ട് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യണം, ഗ്രാഫ് വരക്കണം. So we get this parabola 0, 0, 1, 3, 1 minus 3 പാസ് ചെയ്യുന്ന പാരബോള കിട്ടും. അതിനുശേഷം നമ്മൾ വരക്കേണ്ടത് ലൈൻസ് x equal to 2 and x equal to 4. Required area is this shaded region. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ റീജിയൻ്റെ ഏരിയ ആണ്. ഏരിയ ബൗണ്ടഡ് ബൈ പാരബോള y സ്ക്വയർ ഈക്വൽ ടു 9x, x equal to 2, x equal to 4 and x axis. ഇവിടം വരെയുള്ള ഏരിയ മാത്രമേ വേണ്ടൂ. ഇവിടെ ഇരിക്കുന്ന ഈ താഴെ ഇരിക്കുന്ന ഏരിയ വേണ്ട. ബൗണ്ടഡ് ബൈ x equal to 2, x equal to 4 and x axis or area in the first quadrant. Required area is equal to integral 2 to 4 y dx. Now given y square equal to 9x, so y is equal to root of 9x. So integral 2 to 4 root 9x dx. Root of 9 is 3. Root of x, we can write it as x raised to 1 by 2. Integral of x raised to 1 by 2 is x raised to 1 by 2 plus 1 divided by 1 by 2 plus 1. 1 by 2 plus 1 is 3 by 2. So 3 into x raised to 3 by 2 by 3 by 2. Limit is from 2 to 4. Now reciprocal of 3 by 2 is 2 by 3. ഇനി നമുക്ക് ഈ 3യും കൂടി ഇവിടെ ക്യാൻസൽ ചെയ്താൽ 2 എന്ന് കിട്ടും. അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യണം. Put x equal to 4 and x is equal to 2. 4 raised to 3 by 2 is 4 raised to 1 by 2 whole raised to 3. Here 2 raised to 1 by 2 whole raised to 3. That is root 4 raised to 3 minus root 2 raised to 3. Root 4 is 2, so we get 2 raised to 3. Root 2 raised to 3 is root 2 into root 2 into root 2, which is equal to 2 root 2. Okay, root 2 into root 2 is 2. So 2 root 2. 2 cube is 8. So we get 2 into 8 minus 2 root 2. That is equal to 16 minus 4 root 2 square units. Now third one, find the area of the region bounded by x square equal to 4y, y equal to 2, y equal to 4 and y axis in the first quadrant. First quadrant area ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം ഇതിന്റെ റഫ് സ്കെച്ച് വരക്കണം. When y is equal to 0, x is 0. When y is equal to 1, x square equal to 4, x is equal to plus or minus 2. So points are 0, 0, 2, 1, minus 2, 1. ഇതാണ് നമ്മുടെ curve. 0, 0, 2, 1, minus 2, 1. Okay, minus 2, 1, 0, 0, 2, 1. ഈ പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന പാരബോള വരക്കാം. അതിനുശേഷം y equal to 2, y equal to 4. ആ രണ്ട് ലൈൻസും കൂടി വരക്കണം. ഇവിടെ curve എന്താ? x square equal to 4y. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏരിയ ബൗണ്ടഡ് ബൈ y equal to 2, y equal to 4 and the parabola x square equal to 4y. And the area is in first quadrant. ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഈ ഏരിയ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഏരിയ ഷെയ്ഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ ഏരിയയുടെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ്. ഇവിടുത്തെ y വാല്യൂ 2. എൻഡ് ചെയ്യുന്ന പോയിന്റ് ഇവിടുത്തെ y വാല്യൂ 4. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏരിയ അണ്ടർ ദിസ് കർവ് അപ് ടു y ആക്സിസ്. സോ അവർ ഇക്വേഷൻ ഇസ് ഇന്റഗ്രൽ c to d x dy. രണ്ടാമത്തെ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. Where x is equal to root 4y. X square is 4y. X is equal to root of 4y, which is 2 root y. Limit is from c and d are 2 and 4. Okay, limit is from 2 to 4. y യുടെ ലിമിറ്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. y യുടെ ലിമിറ്റ് എഴുതുമ്പോൾ ഇന്റഗ്രേഷൻ ഇസ് വിത്ത് റെസ്പെക്ട് ടു y. അതുപോലെ ഓർത്ത് വെക്കണം. നമ്മൾ ഷെയ്ഡഡ് റീജിയന്റെ y യുടെ ലിമിറ്റ് ആണ് ഇവിടെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എക്സിന്റെ ലിമിറ്റ് കാണുന്നതിനേക്കാളും നമുക്ക് എളുപ്പം y യുടെ ലിമിറ്റ് ആണ്. y യുടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇന്റഗ്രേഷൻ ഇസ് വിത്ത് റെസ്പെക്ട് ടു y. അന്നേരം ഇക്വേഷൻ വരുന്നത് ഇന്റഗ്രൽ x dy ആണ്. Now from this equation find x, substitute x. So required area is equal to integral 2 to 4 x dy. X is equal to root of 4y, that is 2 root y. Root y is y raised to 1 by 2. So 2 into integral 2 to 4 y raised to 1 by 2 dy.
Integral of y raised to 1 by 2 is y raised to 3 by 2 divided by 3 by 2. ഇനി 3 by 2 reciprocal എഴുതണം. 2 into 2 by 3. Y raised to 3 by 2 limit is from 2 to 4. Now 2 into 2 by 3 is 4 by 3. So applying limit we get 4 raised to 3 by 2 minus 2 raised to 3 by 2. That is root 4 cube minus root 2 cube. Root 4 is 2, 2 cube is 8. Then root 2 cube is root 2 into root 2 into root 2, that is 2 root 2. So 4 by 3 into 8 minus 2 root 2. 4 into 8 is 32. 32 by 3 minus 8 root 2 by 3 square units. Now fourth one, consider the curve x square by 16 plus y square by 9 equal to 1. First one, find the points of intersection with x axis. Now second one, find the area of the region bounded by the curve. Point of intersection with x axis, അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. x ആക്സിസിന്റെ മുകളിൽ y വാല്യൂ 0 ആണ്. അപ്പോൾ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ വിത്ത് x ആക്സിസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Put y equal to 0 in this equation. തന്നിരിക്കുന്ന ഇക്വേഷനിൽ y equal to 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നിരിക്കുന്ന കർവിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. റഫ് സ്കെച്ച് വരക്കണം. x square by 16 plus y square by 9 equal to 1. Major axis along x axis. End points നമുക്ക് അറിയാം. 16 ആണ് ഇവിടെ. a square 16. So a is equal to 4. 4 0 ആണ് ഇവിടുത്തെ ഈ പോയിന്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഏരിയ. അപ്പോൾ ആ ഏരിയ ഷെയ്ഡ് ചെയ്യണം. ടോട്ടൽ ഏരിയ is equal to 4 into area in the first quadrant. When y is equal to 0, x square by 16 equal to 1. So x square equal to 16, x is equal to plus or minus 4. So points of intersection are minus 4 0 and 4 0. Now given equation is x square by 16 plus y square by 9 equal to 1. From this equation, y square by 9 equal to 1 minus x square by 16. That is 16 minus x square by 16. Now y square equal to ഈ 9 ഇപ്പുറത്തേക്ക് എടുക്കണം. ഓക്കെ, ഡിനോമിനേറ്ററിലാണ് ഇരിക്കുന്ന 9, അത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് വരും. 9 into 16 minus x square divided by 16. Now y is equal to root of 9 by 16 to root of 16 minus x square. Root of 9 by 16 is 3 by 4. So y is equal to 3 by 4 root of 16 minus x square. Now area is equal to 4 into area in the first quadrant. That is 4 into integral 0 to 4 y dx. That is 4 into integral 0 to 4 y is 3 by 4 root of 16 minus x square dx. Now take 3 by 4 outside the integral. 4 into 3 by 4. 4 cancel ചെയ്തു പോകും, 3 എന്ന് വരും. 3 into integral 0 to 4 root of 16 minus x square. We know that integral of root of a square minus x square is x by 2 root of a square minus x square plus a square by 2 sin inverse x by a plus c. ആ റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. ഇൻറ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ ഇസ് എക്സ് ബൈ 2 റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2. എ സ്ക്വയർ 16. 16 by 2 sin inverse x by a. A is 4. Now limit is from 0 to 4. ആദ്യത്തെ ടേമിന് ലിമിറ്റ് അപ്ലൈ ചെയ്യണം, അതുപോലെ സെക്കൻഡ് ടേമിനും ലിമിറ്റ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം, കാൽക്കുലേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാകും. അപ്പോൾ നമ്മൾ ആദ്യം എക്സിന് 4 എന്ന് കൊടുക്കുക. 4 by 2 ഇൻറ്റു റൂട്ട് ഓഫ് 16 മൈനസ് 16. 16 മൈനസ് 16 0. ഫസ്റ്റ് ടേം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിട്ട് വരും. ഇനി ലോവർ ലിമിറ്റ് എക്സ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാലോ അപ്പോഴും എന്താ വരുന്നത്? 0 തന്നെ വരും. എക്സ് 0 വരുമ്പോൾ ഇത് മൊത്തം 0 ആയിട്ട് വരും. സോ വി ഗെറ്റ് 0 മൈനസ് 0. 16 by 2 is 8. Now put upper limit. Sin inverse of x by 4. When x is 4, 4 by 4 is 1. When x is 0, 0 by 4 is 0. So sin inverse of 1 minus sin inverse of 0. Sin inverse of 1 is pi by 2. Sin inverse of 0 is 0. So we get 3 into 8 into pi by 2. 3 into 8 into pi by 2. ഇപ്പോൾ ഇവിടെ 2 cancel ചെയ്തു പോകും. 3 into 4. 3 into 4 is 12. 12 pi. So answer is 12 pi square units. Now fifth one, find area of the region bounded by the ellipse x square by 4 plus y square by 9 equal to 1. Here major axis along y axis. Y square denominator ആണ് വലുതിരിക്കുന്നത്. Okay, this is a square. B square is equal to 4. A square is 9. Okay, y square denominator വലുതായി കഴിഞ്ഞാൽ major axis along y axis. ഈ എലിപ്സിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്
ellipse is symmetric about x and y axis. So total area is equal to 4 into area in first quadrant. ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ ഏരിയ കാണുന്ന എന്ത് ചെയ്യണം? 4 ഇൻറ്റു ദിസ് ഷെയ്ഡഡ് റീജിയൻ. ഈ ഷെയ്ഡഡ് റീജിയൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ എക്സ് വാല്യൂ 0, എൻഡ് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ്, ഇവിടുത്തെ എക്സ് വാല്യൂ 2. സോ ലിമിറ്റ് ഇസ് ഫ്രം 0 to 2. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് y കണ്ടുപിടിക്കണം. When y is equal to 0, we get point of intersection of this ellipse with x axis. Y 0 കൊടുക്കുമ്പോൾ x square equal to 4, x is equal to plus or minus 2. So points of intersection of minus 2, 0, 2, 0. Now from given equation, y square by 9 equal to 1 minus x square by 4. That is 4 minus x square by 4. So y square equal to 9 by 4 into 4 minus x square. Now taking square root, we get y is equal to 3 by 2 root of 4 minus x square. Area of ellipse is equal to 4 into area of the shaded region or 4 into area in the first quadrant. Now area in the first quadrant is integral 0 to 2 y dx. So answer is 4 into integral 0 to 2 y is 3 by 2 root of 4 minus x square. Now this is of the form integral root of a square minus x square dx. Integral of root of a square minus x square is x by 2 root of a square minus x square plus a square by 2 sin inverse x by a. ആ റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിസൾട്ട് അവിടെ എഴുതി വെക്കണം. ഈ റിസൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ a square 2 square ആണ്. Now taking 3 by 2 outside the integral, 4 into 3 by 2. Now cancelling 2 into 3. Now applying this result, we get x by 2 root of 2 square minus x square plus a square by 2. A square is 2 square. 2 square by 2 sin inverse x by a. A is 2. So x by 2. Limit is from 0 to 2. നമുക്ക് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യാം. ഇതിന് ആദ്യം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. When x is 2, root of 2 square minus 2 square 0. So this term is 0. When x is 0, 0 into any number is 0. So second term is 0. 0 minus 0. Now here 2 square by 2 is 2. Sin inverse of 2 by 2 is 1. Sin inverse 1. When x is 0, sin inverse 0. Sin inverse of 1 is pi by 2. So we get 6 into 2 into pi by 2. Cancelling 2, we get 6 pi. So answer is 6 pi square units. Sixth one, find the area of the region in the first quadrant enclosed by x-axis line x equal to root 3y and the circle x square plus y square equal to 4. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റഫ് സ്കെച്ച് വരക്കണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 ഇസ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 റേഡിയസ് 2. സെൻറ്റർ 0 0 റേഡിയസ് 2 ആയ സർക്കിൾ വരക്കാം. അതിനുശേഷം എക്സ് ഈക്വൽ ടു റൂട്ട് 3y എന്ന് പറഞ്ഞ ലൈൻ വരക്കണം. ഇതുപോലെയാണ് നമ്മുടെ സർക്കിളും ലൈനും വരുന്നത്. എക്സ് ഈക്വൽ ടു റൂട്ട് 3y. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. തന്നിരിക്കുന്ന ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടും. തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 ആൻഡ് എക്സ് ഈക്വൽ ടു റൂട്ട് 3y. So x equal to root 3y. From this equation y is equal to x by root 3. Now substitute y equal to x by root 3 in first equation. We get x square plus x by root 3 whole square equal to 4. Now squaring this, we get x square by root 3 square is 3. So we get x square plus x square by 3 equal to 4. 3x square plus x square whole divided by 3 is equal to 4. That is 4x square equal to 12. X square equal to 3. X is equal to plus or minus 3. ഇപ്പോൾ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ എക്സിൻ്റെ വാല്യൂ റൂട്ട് 3 ആണ്. ഫസ്റ്റ് ക്വാർട്ടറിലെ എക്സിൻ്റെ വാല്യൂ റൂട്ട് 3. രണ്ട് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഉണ്ട്. ഫസ്റ്റ് ക്വാർട്ടറിൽ വരുന്ന പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ എക്സിൻ്റെ വാല്യൂ റൂട്ട് 3. തേർഡ് ക്വാർട്ടറിലെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ എക്സിൻ്റെ വാല്യൂ മൈനസ് റൂട്ട് 3. When x is equal to root 3, y is equal to root 3 by root 3 which is equal to 1. So point of intersection is root 3, 1. ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ റൂട്ട് 3, 1 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ നിന്ന് എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കണം. ഇതുപോലെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്, ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് റൂട്ട് 3. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏരിയനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലൈൻ എക്സ് ഈക്വൽ ടു റൂട്ട് 3 എന്ന് പറഞ്ഞ ഈ ലൈൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏരിയനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്.
first area, this area is bounded by line y equal to root 3x, x equal to 0, x equal to root 3 and x axis. Second area is bounded by x equal to root 3, x is equal to 2, x axis and this circle. ഇപ്പോൾ ഇവിടെ രണ്ട് ഏരിയ ഉണ്ട്, അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ രണ്ട് ഏരിയ ഉള്ളത് നമ്മൾ സെപ്പറേറ്റ് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഏരിയ A1 A2 ആണ്. A1ന്റെ ലിമിറ്റ് വരുന്നത് 0 to root 3, A2ന്റെ ലിമിറ്റ് വരുന്നത് root 3 to 2. നമ്മൾ അതിന് പകരം ഇന്റഗ്രൽ 0 to 2 y dx ലൈനിന്റെ y എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയില്ല, ഈ മൊത്തം ഏരിയ കിട്ടും, ഈ ഏരിയയും അതിൻ്റെ അകത്ത് വരും. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിച്ചത്. ഇവിടുത്തെ എക്സ് വാല്യൂ root 3 എടുത്തിട്ട് 0 to root 3 y dx, y is from equation of line, root 3 to 2 y dx, that y is from equation of circle. അങ്ങനെ എടുത്താൽ മാത്രമേ ഈ സർക്കിളിന്റെ ഇപ്പുറത്തിരിക്കുന്ന ഈ ഒരു ഏരിയ നമുക്ക് കിട്ടും. അല്ലാണ്ട് നമ്മൾ 0 to 2 ഇന്റഗ്രൽ 0 to 2 y dx എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇരിക്കുന്ന ഇവിടം വരെയുള്ള ഏരിയ കിട്ടും. ഇത് എക്സ്ട്രാ ഏരിയ, ഈ ഏരിയ നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയ ആണ്, ഈ ഏരിയ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏരിയനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഇന്റഗ്രൽ എടുക്കുന്നത്. So required area is equal to integral 0 to root 3 y dx, this y is from line, plus integral root 3 to 2 y dx, this y is from equation of circle. So area is equal to integral 0 to root 3 x by root 3 dx plus integral root 3 to 2 root of 4 minus x square dx. Now take 1 by root 3 outside, integral of x is x square by 2, limit is from 0 to root 3. Integral of root of a square minus x square dx is x by 2 root of a square minus x square plus a square by 2 sin inverse x by a plus c. So we get x by 2 root of 4 minus x square plus a square by 2, that is 4 by 2 sin inverse x by a is 2. So sin inverse x by 2. Limit is from root 3 to 2. ഇനി നമ്മൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ എക്സിന് അപ്പർ ലിമിറ്റ് ആണ് കൊടുക്കേണ്ടത്. പുട്ട് എക്സ് ഈക്വൽ ടു root 3 സ്ക്വയർ ഇസ് 3. When x is 0, 0 square is 0. So we get 1 by root 3, 3 minus 0 by 2. ഇനി നമ്മൾ ഈ സെക്കൻഡ് ടേമിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. 1 by 2, ഈ 1 by 2 ബ്രാക്കറ്റിന് പുറത്ത് വെച്ചിട്ടുണ്ട്. When x is equal to 2, 2 into root of 4 minus 4. 2 square is 4. 4 minus 4 is 0. So we get 2 into 0. Minus, put x equal to root 3. Root 3 into root of 4 minus root 3 square. 4 minus root 3 square is 3. So root 3 into root of 4 minus 3. Okay, ആദ്യം എക്സിന് 2 എന്ന് കൊടുക്കണം. അപ്പോൾ ഈ ടേം 0 വരും, ഈ മൊത്തം ടേം 0 ആയിട്ട് പോകും. ഇനി എക്സിന് root 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു root 3 ഉണ്ട്. root 3 into root of 4 minus root 3 square. root 3 square is 3. So root 3 into root of 4 minus 3 എന്ന് കിട്ടും. ഇനി ഇവിടെ 4 by 2, 2 ആണ്. When x is equal to 2, sin inverse of 2 by 2, that is sin inverse of 1. When x is equal to root 3, sin inverse of root 3 by 2. So sin inverse of 1 minus sin inverse of root 3 by 2. Now sin inverse of 1 is pi by 2, sin inverse of root 3 by 2 is pi by 3. So we get 1 by root 3 into 3 by 2, that is 3 by 2 root 3. And ഇവിടെ ഈ ടേം 0 ആണ്. ഇവിടെ 4 minus 3 1, root of 1 is 1, root 3 into 1 by 2 വരും. അതിന്റെ സൈൻ മൈനസ് ആണ്. So we get minus root 3 by 2. Okay, ഇവിടെ ഒരു 1 by 2 ഉണ്ട്, minus root 3 ഉണ്ട്. So we get minus root 3 by 2. Plus 2 into sin inverse of 1 is pi by 2, sin inverse of root 3 by 2 is pi by 3. Pi by 2 minus pi by 3 is pi by 6. Okay, 2 into 3 6 വരും. 3 pi minus 2 pi is pi by 6. ഇവിടെ 3 ഡിവൈഡ് ബൈ root 3, this 3 is equal to root 3 into root 3. അപ്പോൾ ഒരു root 3 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ root 3 by 2 എന്ന് കിട്ടും. So we get root 3 by 2 minus root 3 by 2, 2 into pi by 6. അപ്പോൾ ഈ രണ്ട് ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. 2 into pi by 6 is pi by 3. So answer is pi by 3 square units. Now 7th one, find the area of the smaller part of the circle x square plus y square equal to a square cut off by the line x equal to a by root 2. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക, റഫ് സ്കെച്ച് വരക്കണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആൻഡ് ഡ്രോ ദ ലൈൻ എക്സ് ഈക്വൽ ടു എ ബൈ റൂട്ട് 2. Draw the circle x square plus y square equal to a square and the line x equal to a by root 2. Okay, ഇവിടുത്തെ x value a by root 2.
നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ സ്മോളർ പാർട്ടിന്റെ ഏരിയ ആണ്. ഇവിടെ ഇരിക്കുന്നതാണ് സ്മോളർ പാർട്ട്. ലൈനും സർക്കിളിന്റെ ഇടയിൽ ഇരിക്കുന്ന ഈ സ്മോളർ പാർട്ടിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഏരിയ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. Now this area is symmetric about x-axis. So total area is equal to 2 into area in the first quadrant. ഇനി ഇവിടെ ലിമിറ്റ് വരുന്നത് എക്സിന്റെ വാല്യൂ ഇവിടെ a/√2, ഇവിടെ n പോയിന്റിലെ എക്സിന്റെ വാല്യൂ a. So limit is from a/√2 to a. So required area is equal to 2 into area in first quadrant, that is 2 into integral a/√2 to a y dx. Now from this equation, x square plus y square equal to a square, y square equal to a square minus x square. So y is equal to root of a square minus x square. So required area is equal to 2 into area of the shaded region in the first quadrant. That is 2 into integral a/√2 to a y dx, where y is equal to root of a square minus x square. That's equal to 2 into integral root of a square minus x square is x by 2 root of a square minus x square plus a square by 2 sin inverse x by a. Limit is from a/√2 to a. നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. എക്സിന് a എന്ന് കൊടുക്കുമ്പോൾ ഈ വാല്യൂ 0 ആയിട്ട് വരും. ഓക്കെ, a square minus a square 0. So first term 0. Now put x is equal to a/√2. So this term is a/√2 into 1 by 2. That is a/2√2. Root of a square minus a/√2 whole square is a square by 2. Okay, അപ്പോൾ ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. Plus a square by 2 when x is equal to a sin inverse a by a. When x is equal to a/√2 divided by a/√2 into 1 by a എന്ന് വരും. a cancel ചെയ്ത് പോകും, 1 by√2 എന്ന് കിട്ടും. ഇവിടെ a cancel ചെയ്ത് പോയിട്ട് 1 എന്ന് കിട്ടും. So this term is minus a/2√2 root of 2a square minus a square whole divided by 2. 2a square minus a square is a square. So this is root of a square by 2, which is a/√2. Now second term a square by 2, sin inverse of 1 is pi by 2, sin inverse of 1 by root is pi by 4. Pi by 2 minus pi by 4 is pi by 4. Now first term minus a into a, that is minus a square. 2 into root 2 is 2 into 2, which is 4. So first term is minus a square by 4. Second term is a square by 2 into pi by 4. Now take a square by 4 outside. Here remaining term is minus 1. Here a square by 4 ആണ് നമ്മൾ കോമൺ ആയിട്ട് പുറത്ത് വെച്ചത്. ഇവിടെ pi by 2. So answer is 2 into a square by 4 into pi by 2 minus 1. Cancelling 2 we get a square by 2 pi by 2 minus 1 square units. The area between x equal to y square and x equal to 4 is divided into two equal parts by the line x equal to a. Find the value of a. ആദ്യം നമ്മൾ x equal to y square ഈ curve വരക്കണം. അതിനുശേഷം x equal to 4 എന്ന് പറഞ്ഞ ലൈനും x equal to a എന്ന് പറഞ്ഞ ലൈനും വരക്കണം. പാരാബോള x equal to 4, x equal to a. രണ്ട് ലൈൻസും പാരാബോളയുടെയും ഫിഗർ നമ്മൾ വരച്ചു. Now this line x equal to a divides total area into two equal parts. Total area ne x equal to a എന്ന് പറഞ്ഞ ലൈൻ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്രീനിൽ ഷെയ്ഡ് ചെയ്ത റീജിയനും റെഡിൽ ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഏരിയ ഈക്വൽ ആണ്. അപ്പൊ ആദ്യത്തെ പാർട്ടിന്റെ ഏരിയ ഇവിടെ രണ്ടും എക്സ് ആക്സിന്റെ മുകളിലും താഴെയും ഏരിയ വരുന്നുണ്ട്. സോ ദിസ് ഏരിയ is equal to 2 into area in the first quadrant. This area is also equal to 2 into area in the first quadrant. അപ്പോൾ ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് ഇസ് ഫ്രം 0 to a y dx. ഇവിടുത്തെ y ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഏരിയ a to 4 y dx. Line x equal to a divides the area in two equal parts. This implies 2 into integral 0 to a y dx is equal to 2 into integral a to 4 y dx. Given curve is x is equal to y square, so y is equal to root x. So substitute y equal to root x in this equation. We get integral 0 to a root x dx equal to integral a to 4 root x dx. Integral of x raised to 1 by 2 is x raised to 3 by 2 divided by 3 by 2. Reciprocal of 3 by 2 is 2 by 3. So 2 by 3 x raised to 3 by 2 limit is from 0 to a equal to 2 by 3 x raised to 3 by 2 limit is from a to 4. ഇനി നമ്മൾ ഈ 2 by 3 രണ്ട് സൈഡും 2 by 3 ഉണ്ട്. ആ 2 by 3 ക്യാൻസൽ ചെയ്ത് പോകും. അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. When x is equal to a, we get a raised to 3 by 2. When x is equal to 4, 4 raised to 3 by 2.
minus when x is a raised to 3 by 2. ഇനി minus a raised to 3 by 2 LHSലേക്ക് കൊണ്ടുപോകണം. a raised to 3 by 2 plus a raised to 3 by 2 is 2 into a raised to 3 by 2. Here we have 4 raised to 3 by 2. That is 4 raised to 1 by 2 raised to 3. 4 raised to 1 by 2 is 2. 2 raised to 3 is 8. So we get 2 a raised to 3 by 2 is equal to 8. A raised to 3 by 2 is equal to 8 by 2, which is 4. So a raised to 3 by 2 is 4. A is equal to 4 raised to 2 by 3. So answer is A is equal to 4 raised to 2 by 3. Ninth one, find the area of the region bounded by the parabola y equal to x square and y equal to modulus of x. Modulus of x ന്റെ ഗ്രാഫ് വരക്കാൻ നമുക്കറിയാം V ഷേപ്പിൽ വരുന്ന ഗ്രാഫാണ്. x square equal to y U ഷേപ്പിൽ വരുന്ന ഗ്രാഫാണ്. ഇപ്പോൾ ഗ്രാഫ് വരക്കാം, റിക്വയർഡ് ഏരിയ ഷെയ്ഡ് ചെയ്യണം. ഇവിടെ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. ഇവിടെ ഏരിയ ഫസ്റ്റ് ക്വാർട്ടറിലും സെക്കൻഡ് ക്വാർട്ടറിലും ഈക്വൽ പാർട്സ് ആണ് ഇവിടെ വരുന്നത്. റിക്വയർഡ് ഏരിയ ലൈസ് ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാർട്ടർ, രണ്ടും ഈക്വൽ ഏരിയ ആണ്. സോ റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു 2 into ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ. ഇനി ഈ ഏരിയയുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ 0, ഇവിടെ അപ്പർ ലിമിറ്റ് 1 ആണ്. ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനാണ് ഇവിടെ വരുന്നത്. മോഡുലസ് ഓഫ് എക്സ് ഇസ് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ലൈൻ y ഈക്വൽ ടു എക്സ്, പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ രണ്ട് കർവിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യണം. എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ, y ഈക്വൽ ടു എക്സ്. സോ വി ഗെറ്റ് x ഈക്വൽ ടു എക്സ് സ്ക്വയർ. So we get x square minus x equal to 0. Taking x outside, x into x minus 1 equal to 0. So x equal to 0 and x equal to 1. P 0 0 എന്ന് പറഞ്ഞ പോയിന്റ്. When x is 0, y is also 0. 0 0. പിന്നെ ഇവിടെ 1 1 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നത്. അതുപോലെ 0 0 മൈനസ് 1 0 ഈ പോയിന്റിലും ഇന്റർസെക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ 1 1 ആണ്. So integral is from 0 to 1. Total area is equal to 2 into area in first quadrant. That is integral 0 to 1 y dx. Y equal to x ന്റെ ലൈനിന് താഴെ x ആക്സിസ് വരെയുള്ള ഏരിയ കിട്ടും. നമുക്ക് ടോട്ടൽ ഏരിയ അല്ല വേണ്ടത്, ഈ ഷെയ്ഡഡ് ഏരിയ ആണ് വേണ്ടത്. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത്? ഇന്റഗ്രൽ 0 to 1 y dx, y from y equal to x. ആ ഇക്വേഷൻ y എടുക്കണം. മൈനസ് ഇന്റഗ്രൽ 0 to 1 y dx, that y is from y equal to x square. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഏരിയ മൈനസ് ചെയ്യണം. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഏരിയയിൽ നിന്നും ഈ കർവിന്റെ താഴെ വരുന്ന പാരാബോളയുടെ താഴെ വരുന്ന ഇവിടം വരെയുള്ള ഏരിയ മൈനസ് ചെയ്യണം. സോ റിക്വയർഡ് ഏരിയ is equal to 2 into integral 0 to 1 y dx. This y is from equation of line. Minus integral 0 to 1 y dx. This y is from parabola. Integral 0 to 1 y dx, y is from equation of line. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏരിയ ഈ ലൈനിന് താഴെ എക്സ് ആക്സിസ് വരെയില്ല, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഏരിയ കിട്ടും. നമുക്ക് ആ ഏരിയ മൊത്തം ഏരിയ അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ഈ ഷെയ്ഡഡ് ഏരിയ മാത്രമാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്റഗ്രൽ 0 to 1 y dx, ഈ ഒരു ഏരിയ മൈനസ് ചെയ്യണം. ഈ ഒരു ഏരിയ മൈനസ് ചെയ്യണം. അതായത് ഇന്റഗ്രൽ 0 to 1 y dx, that y is from equation of parabola y equal to x square. അതാണ് ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇന്റഗ്രൽ 0 to 1 y dx minus integral 0 to 1 y dx. First y is from equation of line, second y is from equation of parabola. So required area is equal to 2 into integral 0 to 1 x dx minus integral 0 to 1 x square dx. Integral of x is x square by 2. Limit is from 0 to 1. Integral of x square is x cube by 3. Limit is from 0 to 1. So we get 2 into, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 by 2 എന്ന് വരും. When x is 0, we get 0. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുന്നത്? 1 by 3. So 1 by 2 minus 1 by 3. Take denominator 6, 3 minus 2. That is 1. 1 by 6. So 2 into 1 by 6, which is equal to 1 by 3 square units. Now next one, find the area bounded by the curve x square equal to 4y and the line x equal to 4y minus 2. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാരാബോളന്റെ ഗ്രാഫ് വരക്കണം, അതുപോലെ തന്നെ ലൈനിന്റെ ഗ്രാഫ് വരക്കണം. വാല്യൂ ടേബിൾ വരച്ചിട്ട് പാരാബോളും ലൈനിന്റെ ഗ്രാഫ് വരക്കണം. ഇക്വേഷൻ ഓഫ് പാരാബോള is x square equal to 4y. 0 0 പാസ് ചെയ്യും. When y is equal to 1, x is equal to plus or minus 2. So we get 2 1 and minus 2 1.
ഈ 3 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന പാരബോള വരയ്ക്കണം. അതുപോലെ തന്നെ ഈ ലൈനിന്റെ ഇക്വേഷനും ഒരു വാല്യൂ ടേബിൾ വരക്കാം ആദ്യം. അത് ഉപയോഗിച്ചുകൊണ്ട് ലൈനിന്റെ ഗ്രാഫ് വരക്കാം. എക്സും വൈക്കും വാല്യൂസ് കൊടുക്കാം. When x is equal to 0, 4y equal to 2, y is equal to 2/4, that is 1/2. x 0 വരുമ്പോൾ yയുടെ വാല്യൂ 1/2 ആണ്, 0.5 ആണ്. 0.5 ഈ പോയിന്റ് കിട്ടും. When y is equal to 1, x is equal to 4 into 1 minus 2. 4 minus 2 is 2. So when y is 1, x is 2. y1, x2. 2, 1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് കിട്ടും. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. ലൈനിന്റെ ഗ്രാഫ് കിട്ടും. ഇതാണ് നമ്മുടെ കർവ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പാരാബോളയുടെയും ലൈനിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻസ്, ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. Given equations are x square equal to 4y, x equal to 4y minus 2. Now from this equation we get x is equal to 4y minus 2. Substitute 4y minus 2 in first equation. Okay, x ഉള്ള സ്ഥലത്ത് 4y minus 2 എഴുതണം. 4y minus 2 whole square equal to 4y, a minus b whole square, a square minus 2ab plus b square. So 16y square, 4 into 2 into 2, that is 16y plus 2 square, that is 4. So 16y square minus 16y plus 4. Here we have 4y. Now take this 4y to LHS. Minus 16y minus 4y, that is minus 20y. So we get 16y square minus 20y plus 4 equal to 0. Dividing through it by 4, we get 4y square minus 5y plus 1 equal to 0. This is a quadratic equation in y. So y is equal to minus b plus or minus root of b square minus 4ac whole divided by 2a, where b is equal to minus 5, a is equal to 4, c is equal to 1. So y is equal to 5 plus or minus root of b is minus 5, so b square is 25, 4 into a into c, 4 into 4 into 1, that is 16. 25 minus 16 is 9, root of 9 is 3. So we get 5 plus or minus 3 by 8. 5 plus 3 is 8, 8 by 8. 5 minus 3 is 2, 2 by 8. 8 by 8 is 1, 2 by 8 is 1 by 4. So points are 1 and 1 by 4. When y is equal to 1, x is equal to 4y minus 2. 4 into 1, that is 4, 4 minus 2 is 2. When y is equal to 1 by 4, x is equal to 4 into 1 by 4 minus 2. 4 into 1 by 4 is 1. 1 minus 2 is minus 2. Second quadrant വരുന്ന point minus 1, 1 by 4. So points of intersection are 2, 1 and minus 1, 1 by 4. So required area is equal to area under the line x is equal to 4y minus 2 minus area under the parabola x square equal to 4y. ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് ലൈനിന്റെ താഴെ എക്സ് ആക്സിസ് വരെയുള്ള ഏരിയ കണ്ടുപിടിക്കണം. അതിനുശേഷം പാരാബോളിന്റെ താഴെ എക്സ് ആക്സിസ് വരെയുള്ള ഏരിയ ആദ്യം കണ്ടുപിടിച്ച ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ -1 to 2 ആണ് നമ്മുടെ ലിമിറ്റ് വരുന്നത്. -1 to 2 y dx ലൈനിന്റെ y ഉപയോഗിക്കണം, മൈനസ് ഇന്റഗ്രൽ -1 to 2 y ഫ്രം പാരബോള. So required area is equal to integral -1 to 2 y dx, y is from equation of line, minus integral -1 to 2 y dx, y is from equation of parabola. So required area is integral -1 to 2 y dx, y is from equation of line, minus integral -1 to 2 y dx, this y is from parabola. ഇപ്പോൾ ലൈനിൽ നിന്ന് കിട്ടുന്ന വൈയും പാരാബോളിൽ നിന്ന് കിട്ടുന്ന വൈ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Take 1 by 4 outside. Integral of x is x square by 2. Integral of 2 is 2x. Integral of x square is x cube by 3. 1 by 4 ഇവിടെ നിന്ന് രണ്ടും 1 by 4 കോമൺ ആയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. Now limit is from -1 to 2. ഓരോ ടേമിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഈ 1 by 2 പുറത്ത് വെച്ചിട്ട് put x equal to 2. 2 square is 4. Then x is equal to -1. -1 square is 1. So 4 minus 1. ഇനി ഇവിടെ 2 പുറത്ത് വെച്ചിട്ട് എക്സിന് ലിമിറ്റ് കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് -1. 2 മൈനസ് -1. -1/3 ഇപ്പുറത്ത് വെച്ചിട്ട് എക്സിന് ലിമിറ്റ് കൊടുക്കാം. പുട്ട് എക്സ് ഈക്വൽ ടു 2. 2 ക്യൂബ് മൈനസ് -1 ക്യൂബ് ഇസ് -1. 8 മൈനസ് -1. ഇപ്പോൾ ഇവിടെ 4 മൈനസ് 1 3. 3/2. ഇവിടെ 2 പ്ലസ് 1 ഇസ് 3. 3 into 2 6. 8 plus 1 is 9. 9/3. 9/3 is 3. So we get 1/4, 3/2 plus 6 minus 3. 6 minus 3 is 3. 3/2 plus 3, that is 3 plus 3 into 2, 6 whole divided by 2. 9/2.
So 1 by 4 into 9 by 2, that is 9 by 8 square units. Find the area of the region bounded by y square equal to 4x and the line x equal to 3. തന്നിരിക്കുന്ന പാരാബോള നമുക്ക് ആദ്യം വരക്കണം. അതിനുശേഷം ലൈൻ എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ലൈന് വരക്കണം. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഏരിയ. ആ ഏരിയ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഏരിയ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇനി ഇവിടെ ലിമിറ്റ് വരുന്നത് ഇവിടുന്ന് എവിടത്തേക്കാ 0 to 3. ഓക്കെ, ഇവിടെ കേവ് മുകളിലിരിക്കുന്ന കേവ് y square equal to 4xന്റെ കേവ് ആണ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 3 y dx, where y is equal to root of 4x. So area is 2 into area in the first quadrant, 2 into integral 0 to 3 y dx, y is equal to root of 4x. Root 4x is 2 root x. Root x is x raised to 1 by 2. Integral of x raised to 1 by 2 is x raised to 3 by 2 by 3 by 2. Limit is from 0 to 3. So 4 into reciprocal of 3 by 2, that is 2 by 3. 4 into 2 by 3, x raised to 3 by 2. Limit is from 0 to 3. First put x equal to 3, we get 3 raised to 3 by 2. Minus when x is 0, we get 0. So 3 raised to 3 by 2. 4 into 2 by 3 is 8 by 3. 8 by 3, 3 raised to 3 by 2. That is root 3 raised to 3. That is 3 root 3. Root 3 into root 3 is 3. 3 root 3. So, ആ 3യും ഇവിടെ ഇരിക്കുന്ന 3യും cancel ചെയ്ത് പോകും. So, answer is 8 root 3. 8 root 3 square units. Area lying in the first quadrant and bounded by the circle x square plus y square equal to 4 and the lines x equal to 0 and x equal to 2 is options pi, pi by 2, pi by 3, pi by 4. അപ്പോൾ നമ്മൾ ആദ്യം സർക്കിൾ വരക്കണം. സർക്കിൾ വിത്ത് സെന്റർ 0, 0, റേഡിയസ് 2. പിന്നെ നമ്മൾ വരക്കേണ്ടത് x equal to 0, x equal to 2. സർക്കിൾ x square plus y square equal to 4, x equal to 0, x equal to 2. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ മുകളിൽ മാത്രം ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. സോ ദിസ് ഏരിയ is equal to integral 0 to 2 y dx, that y is from equation of circle. So area is integral 0 to 2 y dx, y is equal to root of 4 minus x square. Now we have integral of root of a square minus x square is x by 2 root of a square minus x square plus a square by 2 sin inverse x by a. Limit is from 0 to 2. So area is equal to integral root of 4 minus x square is x by 2 root of 4 minus x square plus a square. A square is 4, 4 by 2 sin inverse x by a is 2. Limit is from 0 to 2. നമ്മൾ ആദ്യം ഫസ്റ്റ് ടേമിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. When x is 2, this term becomes 0. When x is 0, then also this term becomes 0. 0 minus 0. Now put x equal to 2 in second term. When x is 2, sin inverse of 1. When x is 0, sin inverse of 0. 4 by 2 is 2. So 2 into sin inverse of 1 minus sin inverse of 0. Sin inverse of 1 is pi by 2. So 2 into pi by 2, which is equal to pi. So answer is pi square units. Option A. ഈ വീഡിയോയിലെ ലാസ്റ്റ് പ്രോബ്ലം. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y square equal to 4x, y axis and the line y equal to 3. Options A 2, B 9 by 4, C 9 by 3, D 9 by 2. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രാഫ് വരക്കണം. തന്നിരിക്കുന്ന പാരബോളയുടെ ഗ്രാഫ് വരക്കാം. y equal to 3 എന്ന് പറഞ്ഞ ലൈന് വരക്കാം. ഇതാണ് നമ്മുടെ ഗ്രാഫ്. y square equal to 4x, y equal to 3 എന്ന് പറഞ്ഞ ലൈൻ കൂടി വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏരിയ ബൗണ്ടഡ് ബൈ curve y square equal to 4x, y equal to 3 and y axis. ഇവിടെ ഇരിക്കുന്ന ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത് y-യുടെ ലിമിറ്റ് ആണ്. y-യുടെ ലിമിറ്റ് 0 to 3. Integral 0 to 3 x dy. From this equation x is equal to y square by 4. So area is equal to integral 0 to 3 x dy. That is integral 0 to 3 x is y square by 4 dy. Take 1 by 4 outside. Integral of y square is y cube by 3. Limit is from 0 to 3. Now 1 by 4 into 3. When y is equal to 3, we get 3 cube. When y is 0, 0. So we get 3 cube. Okay, ഒരു 3 ഇവിടെ cancel ചെയ്തു പോകും. 3 square is 9. So answer is 9 by 4 square units. എക്സസൈസ് 8.1 എല്ലാ പ്രോബ്ലംസും നമ്മളിവിടെ കവർ ചെയ്തു. വളരെ ഈസി ആയ ഒരു ചാപ്റ്റർ ആണ്.
എല്ലാ പ്രോബ്ലംസും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഫുൾ സ്കോർ നേടാൻ പറ്റും. അപ്പോൾ എല്ലാ പ്രോബ്ലംസും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം, ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കണം, എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.